ഹായ്, ഞാൻ ഡോക്ടർ ഹന്ന വർഗീസ്, ഓർത്തഡോണ്ടിസ്റ്റ്, ചിത്ര ഡെന്റൽ സെന്റർ. മിക്ക പേഷ്യൻസിന്റെയും ഇടയിലുള്ള ഒരു സംശയമാണ് ദന്തക്രമീകരണ ചികിത്സ തുടങ്ങുന്നതിന് 13-14 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. 6-7 വയസ്സാകുമ്പോഴേക്കും കുട്ടികളിൽ പാൽപ്പല്ലുകൾ പോയി പെർമനന്റ് പല്ല് വരുന്ന സമയമാണ്. ഈ സമയത്ത് വരുന്ന പല്ലുകൾ ചിലപ്പോൾ നിരതെറ്റിയതാവാം, സ്പേസിംഗ് ഉള്ളതാവാം, പല രീതിയിൽ ചെരിഞ്ഞിരിക്കുന്നതാകാം, ഉന്തിയിരിക്കുന്നതുമാകാം. ഈ സമയത്ത് ഒരു ഡെന്റൽ സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് സിമ്പിളായി തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പല കുട്ടികളിലും കാണുന്നതാണ് ചില ശീലങ്ങൾ. വിരൽ കുടിക്കുന്ന ശീലം, നഖം കടിക്കുന്ന ശീലം, വായിലൂടെ ശ്വാസം എടുക്കുന്ന ശീലം, നാക്കുന്തുന്ന ശീലം എന്നിങ്ങനെ. ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഈ വയസ്സിൽ തന്നെ കണ്ടുപിടിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പല്ലുകൾ വരുന്നതിന് കാരണമായേക്കാം. അതുപോലെ പ്രധാനമാണ് താടിയെല്ലുകളുടെ വളർച്ച. മുകളിലെ പല്ലിരിക്കുന്നതിനെ മേൽത്താടി എന്നും താഴത്തെ പല്ലിരിക്കുന്നതിനെ കീഴ്ത്താടി എന്നും പറയുന്നു. ഈ 2 താടിയെല്ലുകളും ഒരു പ്രൊപ്പോർഷനിലാണ് ഉള്ളത്. ഈ പ്രൊപ്പോർഷന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അത് നമ്മുടെ ഫേസിനെ സാരമായ രീതിയിൽ ബാധിക്കും. അപ്പോൾ കുട്ടികളുടെ വളർച്ച അനുസരിച്ച് ചില കേസിൽ താടിയെല്ലുകളുടെ വളർച്ച കൂടുതലോ കുറവോ ആയിരിക്കാം. അപ്പോൾ കുട്ടികളുടെ വളർച്ച അനുസരിച്ച് ചില കേസിൽ 9 മുതൽ 10 വയസ്സ് വരെയായിരിക്കും താടിയെല്ലുകളുടെ വളർച്ച നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചില കേസിൽ 11